ഇന്നത്തെ വീഡിയോയിൽ ഞാൻ LED കുറിച്ചല്ല സംസാരിക്കാൻ പോകുന്നത്, മറിച്ച് LED പുറകിൽ പ്രവർത്തിക്കുന്ന ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. LED ഡ്രൈവർ. എന്താണ് LED ഡ്രൈവർ? LED ഡ്രൈവർ ഒരു LED ലൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഹൃദയമാണ്. പക്ഷേ എന്താണ് LED ഡ്രൈവർ ശരിക്കും ചെയ്യുന്നത്? ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഒരു പെറ്റിന് നമ്മൾ ഫുഡ് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. എല്ലാ ഫുഡും നമ്മൾ ഒരുമിച്ച് ഒരു സമയത്ത് തന്നെ നമ്മളെ പെറ്റിന് കൊടുക്കുമോ? അതേപോലെ തന്നെ LED ഡ്രൈവേഴ്സ് LEDക്ക് ആവശ്യമായ ലെവലിൽ ഇലക്ട്രിസിറ്റി കൊടുക്കുകയും അതിൻ്റെ പ്രവർത്തനം കൂടുതൽ നാളത്തേക്ക് നിലനിർത്തി കൊണ്ടുപോകാനും സഹായിക്കുന്ന ഒരു സംവിധാനമാണ് LED ഡ്രൈവേഴ്സ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് LED ഡ്രൈവേഴ്സ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്? LED ഡ്രൈവർ അല്ലാതെ നമ്മൾ LEDക്ക് സപ്ലൈ കൊടുക്കുന്ന ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ LEDക്ക് കറക്റ്റായിട്ടുള്ള സപ്ലൈ കിട്ടാതെ വരികയും അതിൻ്റെ ലൈറ്റ് മങ്ങിപ്പോകാനും കൂടുതൽ നാളത്തേക്ക് പ്രകാശിക്കാതിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് LED ഡ്രൈവേഴ്സ് ഇത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് LED ഡ്രൈവറുടെ ടൈപ്പുകളെക്കുറിച്ച് സംസാരിക്കാം. മെയിനായിട്ട് 2 ടൈപ്പിലാണ് LED ഡ്രൈവേഴ്സ് വരുന്നത്. ഒന്ന് കോൺസ്റ്റൻറ്റ് കറണ്ട് LED ഡ്രൈവേഴ്സും മറ്റൊന്ന് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് LED ഡ്രൈവേഴ്സും. കോൺസ്റ്റൻറ്റ് കറണ്ട് ഡ്രൈവേഴ്സിൽ കറണ്ടിനെ കോൺസ്റ്റൻ്റായിട്ട് നിർത്തിയിട്ട് വോൾട്ടേജിനെ ഒരു സ്പെസിഫിക് റേഞ്ചിൽ നിർത്തുന്ന ഒരു മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഡ്രൈവറിലാണെങ്കിൽ വോൾട്ടേജിനെ കോൺസ്റ്റൻ്റായിട്ട് നിർത്തിയിട്ട് കറണ്ടിനെ ഔട്ട്പുട്ടിലെ ആവശ്യം അനുസരിച്ച് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് വരുന്നത്. കോൺസ്റ്റൻറ്റ് കറണ്ട് ഡ്രൈവേഴ്സ് നോർമലി സ്ട്രീറ്റ് ലൈറ്റ്, ഫ്ലഡ് ലൈറ്റ്, ട്യൂബ് ലൈറ്റുകളിലൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഡ്രൈവേഴ്സ് സ്ട്രിപ്പുകളിൽ, പ്രൊഫൈൽ ലൈറ്റുകളിലും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് ഒരു LED ഡ്രൈവറിന് കൃത്യമായിട്ട് തിരഞ്ഞെടുക്കാം? പല LED ലൈറ്റുകൾക്കും പല വോൾട്ടേജ് റേറ്റിംഗ് ആണ് സാധാരണ വരാറ്. ഇത് ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡൈസ് വാല്യൂ അല്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ലൈറ്റ് തിരഞ്ഞെടുക്കുമ്പോൾ ആ ലൈറ്റിൻ്റെ റേറ്റഡ് സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് എന്ന് നമ്മൾ ശ്രദ്ധാപൂർവ്വം ചെക്ക് ചെയ്യണം. LEDയുടെ വോൾട്ടേജ് നമ്മൾ ചെക്ക് ചെയ്യണം, കറണ്ട് ചെക്ക് ചെയ്യണം, അതുപോലെ എന്ത് ആപ്ലിക്കേഷനാണ് അത് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിനും ഫ്ലഡ് ലൈറ്റിനും യൂസ് ചെയ്യുന്ന ഡ്രൈവേഴ്സ് നമുക്ക് സീലിങ്ങിൽ വെക്കുന്ന പാനൽ ലൈറ്റിന് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതേപോലെ സീലിങ്ങിൽ ഉപയോഗിക്കുന്ന LED ഡ്രൈവേഴ്സ് നമുക്ക് ഫ്ലഡ് ലൈറ്റിനും സ്ട്രീറ്റ് ലൈറ്റിനും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ലൈറ്റുകൾക്കൊക്കെ അതുപോലത്തെ പ്രൊട്ടക്ഷനും ആ ലെവലിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസും ആവശ്യമായതുകൊണ്ടാണ് ആ 2 ഡ്രൈവേഴ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. ചിലപ്പോൾ സെയിം സ്പെസിഫിക്കേഷൻ ആയിരിക്കാം, പക്ഷേ 2 ആപ്ലിക്കേഷനും 2 രീതിയിലാണ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. LED ഡ്രൈവർ ചിലപ്പോൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം, പക്ഷേ ഇതിൻ്റെ പുറകിൽ കിടന്ന് പ്രവർത്തിക്കുന്ന ഒരു മേജർ ഇമ്പോർട്ടൻ്റ് റോൾ വഹിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് LED ഡ്രൈവേഴ്സ്. അതുപോലെ LED കറക്റ്റായിട്ട് പെർഫോം ചെയ്യാനും നമുക്ക് ആവശ്യമായ രീതിയിലുള്ള സേവിങ്സ് തരാനായിട്ടുള്ള ഏറ്റവും മികച്ച പ്രവർത്തനം വഹിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് LED ഡ്രൈവേഴ്സ്. അപ്പോൾ ഇനി നിങ്ങളൊരു LED ലൈറ്റ് മേടിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന LED ഡ്രൈവേഴ്സിനെ കൂടി കൺസിഡർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ ഞാൻ സ്മാർട്ട് LED ഡ്രൈവേഴ്സിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. സോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.